ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരൊരു പർട്ടിക്കുലർ സ്ഥലമോ അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റ് സെലക്ട് ചെയ്യും. ഇപ്പം കുറച്ച് മ്യൂസിക്, ഡാൻസ്, അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പിക്നിക്ക് പോവുക. ഇങ്ങനെ നമ്മൾ തീരുമാനം എടുത്തിട്ട് നമ്മളുടേതായ ഒരു ലോകത്തിരുന്നു കൊണ്ടാണ് അധികം ആൾക്കാരും ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യുക. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. കാരണം പുറം ലോകമായിട്ടൊരു ബന്ധവും ഇല്ല, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ആ ഒരു നിമിഷവുമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ കറക്റ്റാണ്. കാരണം എന്താണ്, നമ്മൾ ആ ഫുള്ളി ഇപ്പോൾ ഒരു ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മദ്യം കഴിക്കുമ്പം ആ പ്രസൻറ്റ് മൂമെൻറ്റുമായിട്ട് നമ്മൾ കണക്റ്റ് ആവാണ്. പ്രസൻറ്റ് മൂമെൻറ്റിൽ നമ്മൾ കണക്റ്റായിട്ട് നമ്മളവിടെ റിലാക്സ് ചെയ്യും. നമ്മുടെ ശരീരം ഫുള്ളി ഒന്നും ചെയ്യണില്ല. നമ്മുടെ ശരീരം നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ഫുള്ളി നമ്മളെ ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ള ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്യുമ്പം നമ്മൾ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എൻവിറോൺമെൻറ്റിലാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ്റെ സഹായത്തോടെയാണ് ഞാൻ എന്നിൽ പ്രസൻ്റ് ആവാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡിക്ഷൻ വരും. അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അവരുമായിട്ട് അഡിക്ഷൻ വരും. അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഉപയോഗിക്കുന്ന ഈ സാധനവുമായിട്ട് നമുക്ക് അഡിക്ഷൻ വരും. കാരണം ഈ ഒരു പർട്ടിക്കുലർ എൻവിറോൺമെൻറ്റിലേ ഇത് വർക്ക് ചെയ്യാൻ പോകണുള്ളൂ. കാരണം ഇപ്പോൾ പെട്ടെന്ന് അവിടെ ഈ വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്നിട്ട് പെട്ടെന്ന് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനവും വർക്ക് ചെയ്യാൻ പോണില്ല. പക്ഷേ ഇത് നമുക്ക് അറിയൂല. കാരണം എന്താ, നമ്മളെ ബോഡിയിൽ നമ്മുടെ ആഗ്രഹം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ നമ്മളെയും കൊണ്ട് പോണത് നമ്മളറിയില്ല. പതുക്കെ പതുക്കെ നമ്മൾ ജീവിക്കണ അവസ്ഥയുമായിട്ട് നമുക്ക് ബന്ധമില്ലാതാവും. എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോപ്പറായിട്ട് നമ്മളിലൂടെ ഡീല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ സെലക്ട് ചെയ്യണില്ല. കാരണം നമ്മൾ ജീവിക്കുന്നിടത്ത് മുഴുവൻ നമ്മൾ ഹയ്യാണ്. അപ്പോൾ ഫുള്ളി നമ്മൾ ജീവിക്കുന്നിടത്ത് മുഴുവൻ പ്രസൻ്റ് ആയിരിക്കുമ്പം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു എൻവിറോൺമെൻ്റ് അല്ലാത്തത് കൊണ്ട് ഇത് എന്നും ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാൻ എവിടെയും ഒരു പ്രത്യേക സ്ഥലത്തിരുന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇനിയിപ്പോൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ മദ്യമോ മയക്കുമ്പോൾ എന്തായാലും വിശ്വാസമോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടോ ഒന്നുമല്ല ഇത് ചെയ്യണത്. ഞാൻ ഫുൾ ടൈം ജീവിക്കണ ഭാഗത്തിരുന്നു കൊണ്ട് ഞാൻ എന്നെ അനുഭവിക്കാൻ ശ്രമിക്കുമ്പം അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പം അവിടെ വരുന്നതിനെ എല്ലാം ഈ ഹൈയിൽ തന്നെ ഡീൽ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഫുള്ളി നമുക്ക് സ്പേസ് കിട്ടുകയാണ്. ഭയങ്കര സ്പേസാണ് നമ്മളിലേക്ക് വരുന്നത്. മറ്റെന്താ വെച്ചാൽ നമ്മൾ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ബാറിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പള്ളിയിൽ ഇതൊക്കെ നമ്മളിലേക്ക് സ്പേസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കാരണം അതിന് നിലനിൽപ്പില്ല. കാരണം എന്താ, അത് നമ്മളായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. നമ്മളായിട്ട് ഉണ്ടാക്കണ ഒന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പോണില്ല. നമ്മൾ ഉണ്ടാവാൻ കാരണമായ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ജീവിതം മാത്രമേ എല്ലാവർക്കും പോസിബിൾ ഉള്ളൂ. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ തീരുമാനം എടുത്തിട്ട് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യണ പോലെയാണ്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുമ്പം അയാൾ എൻ്റെ കൺട്രോളിനനുസരിച്ച് അയാൾ നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ ഓക്കെ ഞാൻ എന്തോ സംഭവമാണെന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഈ കൺട്രോൾ ചെയ്യുന്ന ഓരോ സമയങ്ങളിലും ഈ ഓപ്പോസിറ്റ് ആക്ഷൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്കറിയാൻ പറ്റണില്ല. കാരണം എന്താ, ഞാൻ ഫുള്ളി പ്രസൻ്റ് അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ എന്നെ കാണുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ കൃത്യമായിട്ട് ചെയ്യുമ്പം എൻ്റെ കൃത്യത്തെ ഞാൻ അയാളുടെ പ്രവർത്തനത്തിലൂടെ അനുഭവിച്ചറിയാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം അയാളത് ചെയ്യണില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ അവിടെ പിന്നെ തീർന്ന്. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ ആ ബന്ധം ആദ്യ ബന്ധമില്ല, പിന്നെ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ ഇവർ ഒരുപാട് കാരണം ഇവർക്ക് ഇപ്പോൾ എന്നെ ഒരാൾ ഗുരുവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുവാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ ഒരു പ്രയത്നമുണ്ട്. അപ്പോൾ ഈ പ്രയത്നത്തിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയിലാണ് അപ്പുറത്തെ ആളിരിക്കുന്നത്.
അപ്പം എനിക്ക് തോന്നിയതും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്കറിയാത്ത പടച്ചോനെ പറ്റിയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് റിട്ടേൺ അടിക്കും. 8ൻ്റെ പണിയാണ് കിട്ടാൻ പോണ്. അതുകൊണ്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു സാധനത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഹൈ ആവുന്നതിന് പകരം ജീവിതത്തെ ഉപയോഗിച്ച് ഹൈ ആയി കഴിഞ്ഞാൽ അതൊരിക്കലും തീരാൻ പോണില്ല. അത് ഫുൾ ടൈം അടിച്ചുപൊളിയാണ്. അതിൻ്റെ അത്ര വലിയ അടിച്ചുപൊളി ലോകത്ത് വേറെ ഒന്നും ഇല്ലേനു. അടിച്ചുപൊളി പറഞ്ഞാൽ ഫുള്ളിങ്ങനെ ഒരു അടിച്ചുപൊളിയല്ല, ഇതിങ്ങനെയുള്ളൊരു അടിച്ചുപൊളിയാണ്. ഇതാണ് അടിച്ചുപൊളി, അത്രയേ ഉള്ളൂ.